കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് വരുന്ന പാലത്തിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ജംഗ്ഷൻ വരെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. ഫ്ലൈ ഓവർ മുതൽ റെയിൽവേക്ക് കുറുകെ വരുന്ന പാലം വരെ മണ്ണിട്ടുയർത്തി ഏകദേശം പാലത്തിനൊപ്പിച്ച് ടച്ചായി. അവിടെ ഇനി ബീമിൻ മുകളിൽ വെക്കാൻ പോകുന്ന ആർച്ച് കെട്ടിയ സ്റ്റീൽ ഗർഡറും കണ്ട് നമുക്ക് കുറ്റിപ്പുറത്തുനിന്നും വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന് അവിടെ നിന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ ആ ഏരിയയിൽ വരെയുള്ള ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ആ ഏരിയയിലെത്താം. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കുറ്റിപ്പുറം മിനി പമ്പന്റെ ഇവിടുന്ന് പൊന്നാണി അയംഗലം ഭാഗത്തുനിന്ന് എടപ്പാളിലേക്ക് പോകുന്ന ഫ്ലൈ ഓവറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടപ്പാൾ ഭാഗത്തുനിന്ന് അയംഗലം പൊന്നാണി ഭാഗത്തേക്ക് അടിഭാഗത്ത് കൂടിയും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ വഴി ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോവുക. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ട വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളും ഇതിൻ്റെ തായ്വാവൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ അതിമനോഹരമായ കാഴ്ച. ആദ്യത്തെ പാലവും അതിൻ്റെ കൈവരികളും കാണാം. പുതിയ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ട് ഭാഗത്തു കൂടി ആളുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു ഇടവഴിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഇവിടെ മെയിൻ സ്ലാബ് വാർപ്പിട്ടതിന് ശേഷം രണ്ട് ഭാഗത്തെ കൈവരിക്കുള്ള അതായത് ക്രാഷ് ബാരിയറിൻ്റെ കമ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ തായ്ഭാഗത്ത് കൂടെ കടന്നിട്ട് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിൻ്റെ പില്ലറിൻ്റെ ആ പെയിൻറ്റ് വർക്കുകളൊക്കെ അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ക്ലീൻ ചെയ്യാണ്ട് ഒന്ന് വൃത്തിഹീനമായി കിടക്കുകയാണ്. പാലത്തിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും അതുപോലെ നെയിം ബോർഡുകൾ അങ്ങനെയുള്ള CCTV ക്യാമറകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ആ വർക്കൊക്കെ ഒരു പക്ഷേ അടുത്ത ഘട്ടം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തെത്തുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ടാറിംഗ് വർക്കുകളും കൈവരിൻ്റെ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച് ആ ഒരു കിള്ളം കാഴ്ചയായിരിക്കും ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുക. ഞാനിപ്പോൾ റോഡിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. നമുക്കറിയാം നല്ല വെയിലാണ്. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ലൈവ് ഉള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്കിതിൽ വീഡിയോ എടുക്കാൻ കാലതാമസം വന്നിട്ടുണ്ട്. മാസങ്ങളോളമായി ഇപ്പോൾ കുറ്റിപ്പുറത്തെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഇന്ന് മുതൽ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ തായ് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 പാലങ്ങളായാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം മിനി പമ്പ, അതായത് എടപ്പാളിൽ നിന്നും പൊന്നാണി ഭാഗത്തേക്ക് പോകുന്ന ഈ ഫ്ലൈ ഓവർ, പിന്നീട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലം, അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവർ, പിന്നെ റെയിൽവേക്ക് കുറുകെ വരുന്ന പാലം. അങ്ങനെ ഈ 4 പാലങ്ങളുടെ വർക്കാണ് ഇതിൽ ഇനി പൂർത്തീകരിക്കാനുള്ളത്. റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളാണ്. അതിൻ്റെ വർക്കുകൾ എത്രത്തോളം ലാസ്റ്റ് എത്തുമ്പോൾ കാണാം. അങ്ങനെ മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു കാഴ്ച കൊണ്ട് കിടലട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ച. ഇവിടെയൊക്കെ നോക്കി ഇവിടെ ചെറിയ പുഴയിലേക്ക് പോകാനുള്ള റോഡുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം ചുമരിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 10-12 ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ്. പിന്നീട് കോൺക്രീറ്റിലാണ് ക്രാഷ് ബാരിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വാളിൽ പുഴ വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ നമ്മൾ മുന്നേ കാണിച്ചതാണ്. അത് എത്രത്തോളം വെള്ളത്തിനൊപ്പം നിൽക്കുന്നത്, അതുപോലെ പില്ലറിൻ്റെയും ഗർഡറിൻ്റെയും പെയിൻറ്റിംഗ് വർക്കുകൾ എത്രത്തോളം എത്തി എല്ലാം നമുക്ക് കടലോക്കികൾ അടിപൊളിയാട്ടോ. പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വെള്ളത്തിനൊപ്പിച്ച് കുറഞ്ഞ ഉയരത്തിൽ, പിന്നീട് പില്ലറിൻ്റെ 2 ഭാഗം ബ്ലാക്ക് കളറും ബ്ലൂ കളറും പെയിൻറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഗർഡറിനെല്ലാം ഗ്രേ കളറും പെയിൻറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ആ ബ്ലൂ കളറും അതുപോലെ ബ്ലാക്ക് കളറും ഒരേ ലെവലിലൊക്കെയാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് അടിഭാഗത്ത് നമ്മൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞു. പാലത്തിൻ്റെ അടിയിൽ ആ വേസ്റ്റുകളും കരിങ്കല്ലുകളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉഷാറായി. അങ്ങനെ പാലത്തിൻ്റെ അടിഭാഗം നമ്മൾ മുകളിലേക്ക് വീണ്ടും കയറുകയാണ്. അവിടുന്ന് ആ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച കാണി മിനി പമ്പൻ്റെ. അവിടുന്ന് നമ്മൾ ടാറിംഗ് വർക്ക് എത്രത്തോളമാണ്, കുറ്റിപ്പുറം സിഗ്നൽ വരെ എത്രത്തോളമാണ് ടാറിംഗ് കഴിഞ്ഞിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ വരുന്ന ഈ പാലത്തിന് മുകളിലെ ടാറിംഗ് വർക്കുകൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറയുക, കച്ചറായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ടുള്ള വർക്കുകളും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ, അതുപോലെ 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിന്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക്, സെൻട്രലുള്ള ഡിവൈഡറുള്ള പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ നമ്മളെ മിനി പമ്പ ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോഴല്ലോ കിടിലം കാഴ്ച കേട്ടോ. ആദ്യത്തെ ആ പഴയ പാലത്തിൻ്റെ ആ കൈവരിയുടെ ഒരു മനോഹാരിത, അതുപോലെ പുതിയ പാലത്തിൻ്റെ എല്ലാ പണിയും പെയിൻറ്റും പണികളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ രണ്ട് പാലവും അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കാണാൻ സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തെത്തി. ഏറ്റവും കൂടുതൽ നമ്മളോട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണി എത്രത്തോളമായി എന്നതാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ തുടക്കം മുതൽ, അതായത് ഫൗണ്ടേഷനിലെ ആ പൈലിംഗ് ഉപയോഗിച്ച് കുയ്യെടുക്കുന്ന വർക്ക് മുതൽ പില്ലർ ഉയർന്നു വരുമ്പോൾ അത് കഴിഞ്ഞ് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇതിൻ്റെ പണികൾ അവസാനം വരെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പീർ ക്യാപ്പ് കഴിഞ്ഞ് ഗർഡർ ലോഞ്ചിങ്, അതുപോലെ തന്നെ ടാറിംഗ് വർക്കുകൾ, അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലറ ചില്ലറ ചെറിയ വർക്കുകൾ മാത്രമാണുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള, അതായത് ഇവിടുന്ന് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഏരിയ വരെ ടാറിംഗ് വർക്കുകളും പുതുതായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇവിടുത്തെ വീഡിയോ നമ്മൾ കാണിച്ചപ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ കുറ്റിപ്പുറം ആദ്യത്തെ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു വീഡിയോയും കൂടി മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ ആ പുതിയ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് കുറ്റിപ്പുറം സിഗ്നൽ വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെയും തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതുവഴി കടന്നു വരുമ്പോൾ കണ്ട കാഴ്ച, ജംഗ്ഷനിൽ നിന്ന് ഫ്ലൈ ഓവർ മുതൽ കുറ്റിപ്പുറം റെയിൽവേൻ്റെ പാലം വരെ ടച്ചായി വന്നിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആയിട്ടില്ലെങ്കിലും മണ്ണിട്ട് ലെവലായി റെയിൽവേക്ക് വരുന്ന ആ പാലത്തിനോട് ഒപ്പിച്ച് വരുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്ത് സൈഡ് വാളിൻ്റെ ബ്ലോക്ക് ഉയർത്തി മെറ്റലൊക്കെ ഇട്ട് ആ ബ്ലാക്ക് ഷീറ്റ് വിരിക്കുന്ന വർക്കുകളും, അതുപോലെ ടോറസലിൽ മണ്ണ് കൊണ്ടുവന്ന് ഗ്രേഡർ ഉപയോഗിച്ചത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ അവിടെ തകൃതിയായി നടക്കുന്ന കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ ലെഫ്റ്റ് ഭാഗത്ത്, ഇതുവഴിയാണ് പാലത്തിൻ്റെ അടിഭാഗത്തേക്കുള്ള സർവീസ് റോഡ്. കണ്ടില്ല? അപ്പോൾ ഇതുവഴി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം നമ്മൾ കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ അവിടുന്ന് അങ്ങോട്ട് ഒന്ന് സൂം ചെയ്തൊക്കെ എത്രത്തോളമാണ് ആ പാലം, റെയിൽവേൻ്റെ പാലത്തിൻ്റെ പണികളൊക്കെ അവിടെ നമുക്ക് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്നാണ് നോക്കികൾ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞു, രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു, വൈറ്റ് അടിച്ചിട്ടുണ്ട്, സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. അപ്പോൾ ടാറിംഗ് വർക്കുകൾ പാലം വരെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നല്ല ഹൈറ്റിൽ ഏകദേശം കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ വരെ ഒരു 10-60 ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. മണ്ണിട്ടൊക്കെ ഉയർത്തുന്ന നമ്മൾ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചതാണ്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം ജംഗ്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറത്തേക്കുള്ള ആ ഒരു കാഴ്ച, ആദ്യത്തെ റോഡ് കടന്നു പോകുന്ന ആ കാഴ്ച നോക്കികൾ. ആദ്യം ഇതുവഴി ഇങ്ങനെ കടന്ന് കുറ്റിപ്പുറം പഴയ പാലത്തിന് മിനി പമ്പ കടന്നു പോകുന്ന റോഡാണത്. അതുപോലെ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ മെയിൻസിലെ വാർപ്പെട്ടതിന് ശേഷം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വശത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ക്രാഷ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ കുറ്റിപ്പുറം ടൗണിൻ്റെ ആ ഒരു ഏരിയയും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ, അതായത് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മണ്ണുയർത്തി പോകുന്ന വർക്കുകൾ തകൃതിയായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ചുറ്റിക്കറങ്ങി തായ് ഭാഗത്ത് കൂടെ പോയിട്ട്, അതായത് നമ്മൾ നേരത്തെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന്, ആ സർവീസ് റോഡിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് നിന്ന് കടന്നു പോകാനില്ല. അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കമ്പാക്റ്റിങ് ചെയ്തിട്ടില്ല. കമ്പാക്റ്റിങ് ചെയ്താൽ നമുക്കത് പോയി കടന്നു പോകാൻ പറ്റും. അവിടെ മണ്ണ് കൂട്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകാൻ പറ്റുകൊണ്ട് തിരിച്ച് നമ്മൾ പറഞ്ഞ കുറ്റിപ്പുറം പാലത്തിന് അടിഭാഗത്തേക്ക് പോകുന്ന ആ റോഡിന് കടന്ന് ആ ഒരു ഏരിയയിലെത്താം. അപ്പോൾ കറക്റ്റ് ആ റെയിൽവേൻ്റെ ആ ഭാഗത്ത് എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ട ഒരു റോഡ് തന്നെയാണിത്. അവിടെ നിന്ന് തിരിച്ച് താഴെ ഭാഗത്തേക്ക് ഇനി ഇറങ്ങുകയാണെങ്കിലേ സർവീസ് റോഡിന് ഇതുവഴി ഇങ്ങനെ കടന്നു പോകാം. അപ്പോൾ ഇതുവഴി നമ്മൾ പാലത്തിന് അടിയിലേക്ക് പോകാൻ പറ്റും. നേരെ ഓപ്പോസിറ്റിലൂടെ നമുക്ക് പഴയ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലൂടെ പഴയ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് മിനി പമ്പയിലേക്കും പോകാൻ പറ്റും. അങ്ങനെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും സെറ്റാണ്. അങ്ങനെ നമ്മൾ താഴ്വടക്ക് അതിൻ്റെ ഹൈറ്റ് 10-40 ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ റോഡ്, അതായത് കുറ്റിപ്പുറം ആ ഏരിയയിൽ നിന്നും ഫ്ലൈ ഓവർ വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്നു വന്നിട്ടുള്ളത്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, അടിയത്തെ ചെറിയ കോൺക്രീറ്റ് വർക്കുകൾ, അടിയിലെ ടാറിംഗ് വർക്കുകൾ, ഡ്രൈനേജിൻ്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ച നോക്കി ഇവിടെ ഗർഡറുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ, അതുപോലെ
പിയർ ക്യാപ്പിന് പില്ലറിൻ്റെ പിയർ ക്യാപ്പിന് ബ്ലൂ കളറിൻ്റെ പെയിൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു ഭാഗത്ത് ഇനി കുറഞ്ഞൊരു ഈ ലാസ്റ്റ് ഭാഗത്തുള്ള പിയർ ക്യാപ്പിൻ്റെ പെയിൻറ്റ് വർക്കുകളുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും വീണ്ടും 2 സൈഡിലും ബ്ലോക്ക് പതിച്ചുയർത്തി നല്ല ഹൈറ്റിൽ പാലത്തിനൊപ്പിച്ച് ഫ്ലൈഓവറിനൊപ്പിച്ച് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ കടന്നാൽ നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഈ സർവീസ് റോഡ് ഒപ്പിച്ചുള്ള സൈഡിലെ ബാരിയറിനുള്ള കമ്പി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ആയിട്ടില്ല, അപ്പോൾ അതും പൂർത്തീകരിക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറുമ്പോൾ നമ്മൾക്ക് ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ ഈ ഏരിയയിൽ നിന്ന് കറക്റ്റ് എത്രത്തോളമാണ് ആ ഏരിയയിലെ വർക്ക്, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ വർക്കും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ മുകളിലെത്തി എവിടെ നോക്കി നിങ്ങൾ. അപ്പോൾ ഒരു ഭാഗം വാളിനൊപ്പിച്ച് ഏകദേശം 3 ലൈനിക്കുള്ള ടാറിങ് ചെയ്യുന്നതിനായിട്ട് മണ്ണ് ഇട്ടുയർത്തി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ റോഡാണ് ആ കാണുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴി തിരിച്ചു വിടണമെങ്കിൽ ആദ്യം ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് റെയിൽവേൻ്റെ ആ ഭാഗത്തെ പാലത്തിൻ്റെ പണികളും അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പള്ളിപ്പടി ഭാഗത്തേക്കുള്ള വർക്കുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഒരു 3 ലൈനിൻ്റെ പുതുതായിട്ടുള്ള റോഡിന് 3 ലൈനിലുള്ള ടാറിങ് വർക്ക് അത് പൂർത്തീകരിക്കാൻ അതിന് ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരികയാണ്. പിന്നീട് 6 ഭാഗം ക്ലോസ് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തി വിട്ടതിന് ശേഷമായിരിക്കും പഴയ പാലത്തിൻ്റെ ആ റോഡ് കുറ്റിപ്പുറം ജംഗ്ഷനിൽ പോകുന്ന ആദ്യത്തെ റോഡ് ലെവലാക്കുകയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കൾ, റെയിൽവേൻ്റെ പാലവും അതുപോലെ ജംഗ്ഷനിൽ നിന്ന് ഫ്ലൈ ഓവറും ടച്ച് ചെയ്യാൻ കുറഞ്ഞ വർക്കുകളും ഇനി ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാം. നമ്മളിതിന് താഴെ ഇറങ്ങി നമ്മളെ പഴയ റോഡിനിങ്ങനെ കടന്ന് ആദ്യത്തെ പാലത്തിന് കടന്ന് എത്രത്തോളമാണ് ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെ സൈഡ് ലെഫ്റ്റ് നോക്കി ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം വന്നു. ഇനി ഒരു 10-20 ബ്ലോക്ക് കൂടി വന്നാൽ ഈ പാലത്തിനോട് ടച്ചായി. അങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള മെയിൻ സ്ലാബിൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഭാഗത്തെ റോഡിൻ്റെ പണിയിൽ പൂർത്തീകരിച്ച ടാറിംഗ് വർക്കുകളും അതുപോലെ കൈവരിക്കുള്ള 2 ഭാഗത്ത് സ്ക്രാച്ച് ബാരിയുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാണ്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ റെയിൽവേക്ക് നേരെ മുകളിലായിട്ട് വെക്കാനുള്ള വലിയൊരു ആർച്ചൊക്കെ ഇട്ടുള്ള ആ ഗർഡറൊക്കെ ഇമ്മ സെറ്റ് ചെയ്തിട്ടുള്ള അതിലുകൾ അത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇറക്കി വെക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇതിൻ്റെ ആർച്ചിൻ്റെ പണികളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർച്ചിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഗർഡറുകളും അതിന് ഈ സ്റ്റീൽ ഗർഡറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ ജംബോ ക്രെയിൻ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇറക്കി വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് എന്നാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ. പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ആദ്യത്തെ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നടന്ന് ഇതിന് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ സ്റ്റീൽ ഗർഡർ ഘടിപ്പിച്ച് ആർച്ചിന് ഘടിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ അവസാന ഘട്ട വർക്കുകളും കഴിഞ്ഞ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്ത് പിയർ ക്യാബിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പള്ളിപ്പടി ഭാഗത്തേക്ക് ടച്ച് ആകാനുണ്ട്. അതോടെ വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ നമ്മളെ ആദ്യത്തെ പാലത്തിൻ്റെ ആ ഏരിയയിലുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിക്കാനുമുണ്ട്. അങ്ങനെ നമ്മളിതിൻ്റെ ലാസ്റ്റ് പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂവും കാണിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പള്ളിപ്പടി റൈറ്റ് സൈഡിൽ നിന്നുള്ള റോഡിൻ്റെ ഏറ്റവും ടഫായ ഒരു പ്രദേശമാണ് പള്ളിപ്പടി മുതൽ റെയിൽവേൻ്റെ ഈ ഒരു ഏരിയ. നമുക്ക് ആദ്യത്തെ റോഡൊക്കെ കാണാം ഏറ്റക്കുറച്ചിലും ചെരിഞ്ഞും ഉയർന്ന ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ റൈറ്റ് സൈഡ് ഭാഗത്ത് നല്ല ഉയരത്തിൽ നിന്ന് താഴ്ചയിലെടുത്തൊരു ഭാഗമാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഭാരതപ്പുഴയുടെ ആ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഉയരത്തിൽ നിന്നുള്ള ആ ആദ്യത്തെ റോഡും ഇനി പുതിയ വർക്ക് നടക്കുന്ന ഏരിയയും കാണിച്ചിട്ട് പള്ളിപ്പടി ഭാഗത്തേക്ക് ആ ഒരു ഏരിയയിൽ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം. എന്നത് തുടക്കത്തിൽ നമ്മൾ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകൾ, അതുപോലെ പാലത്തിൻ്റെ അടിഭാഗം, മുകൾ ഭാഗം, പിന്നീട് ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ വർക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ ആ ഭാഗത്ത് വരുന്ന പാലത്തിനോട് ടച്ചായി വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. പിന്നീട് കാര്യമായിട്ട് പണി നടക്കാനുള്ളതാണ് നമ്മൾ ഈ ലാസ്റ്റ് ഭാഗം സ്റ്റീൽ ഗർഡറിൽ ആർച്ച് കെട്ടി അത് ഉയർത്തി ഈ പിയർ ക്യാപ്പിന് മുകളിൽ വെക്കുന്നതോടുകൂടി അതിൻ്റെ മുകളിലെ മറ്റേ കോൺക്രീറ്റ് വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അതും പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങൾ കുതിച്ചു പോകുന്ന ആ കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ള സുഹൃത്തുക്കൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.